കൈത്താക്കാലം 4-ാം ഞായർ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ. ഇന്ന് ജൂലൈ 28-ാം തീയതി നമ്മുടെ വലിയൊരു വിശുദ്ധയുടെ അനുസ്മരണ തിരുനാളാണ്. 1946 ജൂലൈ 28-ന് 35-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ അൽഫോൻസ എന്ന നമ്മുടെ നാടിൻ്റെ മകൾക്ക്, നമ്മുടെ സഹോദരിക്ക് നിത്യതയിലുള്ള പുനർജന്മത്തിൻ്റെ ദിവസം കൂടിയാണ്. കുടമാളൂർ ജനിച്ച് അർപ്പൂക്കരയും മുട്ടുചിറയും ബാല്യകാലം ചിലവഴിച്ച് ഭരണങ്ങാനത്തുള്ള ക്ലാരമഠത്തിൽ ജീവിതയാത്ര പൂർത്തിയാക്കിയ ആ വിശുദ്ധയെ ഈ നാടിൻ്റെ ചെറുപുഷ്പം എന്നും വിളിക്കാം. അവൾക്ക് ലഭിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ദർശനത്തിലൂടെ പ്രചോദനം ഏറ്റുവാങ്ങിയാണ് അവൾ വിശുദ്ധിയുടെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നത്. ആത്മീയതയുടെ അമൂല്യ പുഷ്പമായി തീർന്നത് അങ്ങനെയാണ്. 1928 ഓഗസ്റ്റ് 2-ന് സന്യാസവസ്ത്രം സ്വീകരിച്ചത് അൽഫോൻസ് ലിഗോരിയുടെ തിരുനാൾ ദിവസമായിരുന്നതുകൊണ്ട് അന്ന എന്ന പേരിനോടൊപ്പം അൽഫോൻസ എന്ന പേരും അവൾ സ്വീകരിച്ചു. ആദ്യം അധ്യാപികയായി തുടങ്ങിയ അവളുടെ ജീവിതത്തിൽ കുട്ടികളുടെ അടുപ്പം വലിയൊരു വഴിത്തിരിവായി. അവൾ കുട്ടികളുടെ അമ്മയായി, സഹോദരിയായി. ഇടവിട്ടുള്ള രോഗാവസ്ഥയിൽ പിന്നീട് സഹനം അവളുടെ കൂടപ്പിറപ്പായി. ആ സഹനത്തിൽ നിന്നാണ് വിശുദ്ധിയുടെ നറുമലർ വിരിഞ്ഞത്. ചാവറപ്പിതാവിൽ നിന്നും ലഭിച്ച ദർശനത്തിലൂടെ സുഖം പ്രാപിച്ച അനുഭവവും അവൾക്കുണ്ടായി. 35 വർഷങ്ങളിൽ പൂർത്തിയായ അവളുടെ ജീവിതം വിശുദ്ധിയുടെ അംഗീകാരം കണ്ടെത്തിയത് 1946 ജൂലൈ 28-നായിരുന്നു. അന്നാണ് അവൾ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയത്. 1986 ഫെബ്രുവരി 8-ന് കോട്ടയത്ത് വച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറ പിതാവിനോടൊപ്പം അൽഫോൻസാമ്മയെയും നമ്മുടെ നാടിൻ്റെ ആദ്യ ധന്യയാക്കി. ബ്ലെസ്സഡ്. 2008 ഒക്ടോബർ 12-ാം തീയതി റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ വെച്ച് 16-ാം ബെനഡിക്റ്റ് മാർപ്പാപ്പ ആയിരക്കണക്കിന് മലയാളികളെയും ലക്ഷക്കണക്കിന് വിശ്വാസികളെയും സാക്ഷിയാക്കി അൽഫോൻസാമ്മയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. ആ അവസരത്തിൽ അവിടെ ആയിരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ഇന്നും അഭിമാനിക്കുന്നു. എനിക്ക് എൻ്റെ ബാല്യകാലത്ത് സ്വർഗലോകത്തിലേക്ക് പറന്നുപോയ ആ വിശുദ്ധ മാടപ്രാവിനെക്കുറിച്ച് വാചാലമാകുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അവയെല്ലാം അയവിറക്കിക്കൊണ്ട് ആ വിശുദ്ധ സഹോദരിയെ ഇന്ന് അനുസ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്വന്തം ജീവിതത്തിലും ഭവനത്തിലും അനുഗ്രഹങ്ങൾ ലഭിച്ച വ്യക്തി എന്ന നിലയിൽ വിശുദ്ധയെ അനുസ്മരിക്കുമ്പോൾ കൈത്താക്കാലം 4-ാം ഞായറാഴ്ചയായ ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധയുടെ ജീവിതത്തെ പ്രതീകാത്മകമായി സാക്ഷ്യപ്പെടുത്തുന്ന ഉപമകളിലൂടെ അവളുടെ വിശുദ്ധിയുടെ രഹസ്യം കണ്ടെത്തുവാൻ ഞാൻ പരിശ്രമിക്കുകയാണ്. സ്വർഗരാജ്യമെന്ന മറയ്ക്കപ്പെട്ടിരിക്കുന്നതും വിലമതിക്കാനാവാത്തതുമായ നിധിയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്നും നമ്മൾ ശ്രവിച്ചത്. അത് മണ്ണിൽ മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയാണ്. അതുപോലെ അത് പല നിലവാരവും വിലയുമുള്ള രത്നങ്ങൾ വിൽക്കുന്ന ഒരു രത്നവ്യാപാരിയിൽ നിന്നും ഒരുവൻ വില തിരിച്ചറിഞ്ഞ് വാങ്ങുന്ന ഏറ്റവും വിലപ്പെട്ട രത്നം പോലെയുമാണ്. വയലിലെ മണ്ണ് കിളച്ച് മറിക്കുമ്പോഴാണ് ഒരുവൻ നിധി കണ്ടെത്തുന്നത്. അതുവരെ ആരും അങ്ങനെ ചെയ്യാതെ തരിശായിട്ടിരുന്ന വയലിലാണ് ഒരുവൻ നിധി കണ്ടെത്തുന്നത്. വയലിൻ്റെ ഉടമ നിധിയെക്കുറിച്ച് അറിയുന്നില്ല. അതേക്കുറിച്ച് അയാളെ അറിയിക്കാതെ കൃഷിയിറക്കാൻ സ്ഥലം ഒരുക്കിയ ഒരുവനാണ് നിധി കണ്ടെത്തിയത് എന്ന ഭാവനാചിത്രത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. അയാൾ മറ്റെല്ലാം വിറ്റ് വയൽ സ്വന്തമാക്കുന്നു. രത്നങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഗുണമേന്മകളെക്കുറിച്ച് പഠിച്ച ഒരു രത്നവ്യാപാരി ഏറ്റവും വിലപിടിപ്പുള്ള രത്നം സ്വന്തമാക്കുന്നത് രത്നങ്ങൾ വിൽക്കുന്ന ഒരു ഇടനിലക്കാരിൽ നിന്നാണ്. അയാൾക്ക് ഓരോ രത്നത്തിൻ്റെയും വിലയൊന്നും വ്യക്തമായി അറിഞ്ഞുകൂടായിരിക്കാം. വലിയ വില കൊടുത്താണ് രത്നവ്യാപാരി ആ രത്നം സ്വന്തമാക്കുന്നത്. നിധിയും രത്നവും കണ്ടെത്തുന്നതിന് മുമ്പ് അവ മറഞ്ഞിരിക്കുന്നവയാണ്. അവയുടെ സാന്നിധ്യവും തനിമയും ഒരുവൻ കണ്ടെത്തണം, അവ വിലമതിക്കപ്പെടുവാനായിട്ട്. അങ്ങനെയാണ് ദൈവരാജ്യം, അതായത് മറഞ്ഞിരിക്കുന്ന ഒന്ന്. മറഞ്ഞിരിക്കുന്ന തനിമയും മൂല്യവും കണ്ടെത്തുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ കണ്ടെത്തൽ. ദൈവരാജ്യം അന്വേഷിക്കുന്നവൻ തനിമയെ തേടുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ വിലമതിക്കാനാവാത്ത ഒന്നാണത്. ഈ ലോകത്തിലെ നിരവധിയായ രാജ്യങ്ങളിൽ ഒന്നല്ല ദൈവരാജ്യം.
ദൈവരാജ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ളവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അത് കടലിൽ നിന്നും കണ്ടെടുക്കുന്ന അനേകം മുത്തുകളിൽ ഏറ്റവും പുതുമയുള്ളതും അപൂർവവുമായ മുത്താണ്. അതിലൊന്നിൻ്റെ തനിമയും പുതുമയും കണ്ടെത്തുന്ന ഒരുവനാണ് ദൈവരാജ്യം എന്ന മുത്തിനെ തിരിച്ചറിയുന്നത്. ദൈവരാജ്യം അന്വേഷിക്കുന്നവൻ മറഞ്ഞിരിക്കുന്ന വയലിൽ നിന്നാണ് അതിനെ കണ്ടെത്തേണ്ടത്. അതിൻ്റെ മൂല്യം വിലമതിക്കാൻ ആവാത്തതാണ്. അതിൻ്റെ വില വർദ്ധിക്കുന്നത് അതിൻ്റെ തനിമയും പുതുമയുമാണ്. അതാണ് അതിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത്. ഒരു വീട്ടുടമസ്ഥന് നിക്ഷേപങ്ങളുടെ ഒരു സമാഹാരമുണ്ട്. ഒരു ദിവസം അയാൾ അതെല്ലാം പുറത്തെടുത്ത് പുതിയതും പഴയതുമായ ചില അമൂല്യ നിക്ഷേപങ്ങൾ വേർതിരിച്ചെടുക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ കണ്ടെത്തലും തിരഞ്ഞെടുപ്പും അതുപോലെയാണ്. പഴയതിനും പുതിയതിനും ആവശ്യക്കാരുണ്ട്. രണ്ടിലും വിലമതിക്കാനാവാത്തവയുമുണ്ട്. തിരഞ്ഞെടുക്കാനുള്ളതാണ് ദൈവരാജ്യം. വില കണ്ടെത്താനുള്ള കഴിവിലൂടെയാണ് ദൈവരാജ്യം ഒരു രഹസ്യത്തിൻ്റെ അനാവരണം ചെയ്യലാകുന്നത്. മീൻ പിടിക്കാൻ കടലിൽ എറിയപ്പെടുന്ന വല പോലെയാണ് ദൈവരാജ്യമെന്നും ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ വെളിപ്പെടുത്തുകയാണ്. വല അതിനകത്ത് എല്ലാ മത്സ്യങ്ങളെയും ബന്ധിച്ച് കരക്കടുപ്പിക്കുന്നു. മാർക്കറ്റുള്ള മത്സ്യങ്ങൾ മാത്രം മുക്കുവൻ തിരഞ്ഞെടുക്കുന്നു. കർത്താവ് തൻ്റെ ഉപമകൾ ഇവിടെ പൂർത്തിയാക്കുന്നു. തിരഞ്ഞെടുപ്പിലൂടെയാണ് ദൈവരാജ്യം ഒരുവൻ സ്വന്തമാക്കുന്നത്. അങ്ങനെ ദൈവരാജ്യം എന്നത് ഏറ്റവും വിലപിടിപ്പുള്ളതിൻ്റെ, ഏറ്റവും തനിമയുള്ളതിൻ്റെ, പുതുമ നഷ്ടപ്പെടാത്തതിൻ്റെ കണ്ടെത്തലാണ്. അത് കണ്ടെത്തുവാൻ അന്വേഷണം ആവശ്യമാണ്, കുശാഗ്രബുദ്ധി ആവശ്യമാണ്, പഠനം ആവശ്യമാണ്, തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ഇവയെല്ലാം കർത്താവ് ഉപമകളിലൂടെ വെളിപ്പെടുത്തുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കുവാൻ ഒരുവൻ ഗുരുവിൻ്റെ ശിഷ്യനായിത്തീരണം. വയലും കടലും കച്ചവട സ്ഥലവും വീടിൻ്റെ കലവറയും ഒക്കെ ഉൾക്കൊള്ളുന്ന അന്വേഷണ മേഖലയാണ് ഈശോ ശിഷ്യന്മാർക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. അത് വേദപുസ്തകമാണ്. അതിൽ പഴയതും പുതിയതുമുണ്ട്. അത് പ്രകൃതിയുടെ പ്രതീകം കൂടെയാണ്. പ്രകൃതിയെ നിരീക്ഷിച്ച് നിലനിൽക്കുന്ന പുതുമയുള്ളതും തനിമയുള്ളതും വിലപിടിപ്പുള്ളതുമായവയെ കണ്ടെത്തുമ്പോഴാണ് അത് ദൈവരാജ്യ ദർശനമാകുന്നത്. ഇത്രയും ആഴമായ ദർശനമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് കൈവരുന്നത്. എല്ലാം പഠിപ്പിക്കുന്ന ഗുരു തന്നെയാണ് ഈ വലിയ സത്യം ഉപമകളിലൂടെ വെളിവാക്കുന്നത്. ഒരു കൃഷിക്കാരൻ്റെയും ഒരു വ്യാപാരിയുടെയും ഒരു മീൻപിടുത്തക്കാരൻ്റെയും ഒരു വീട്ടുടമസ്ഥൻ്റെയും എല്ലാം ഉൾക്കാഴ്ചകൾ കൂട്ടി പങ്കുവയ്ക്കുന്നതിലൂടെ അവിടുന്ന് ഉത്തമ ഗുരു തന്നെയാണെന്ന് ഇന്നത്തെ സുവിശേഷം വെളിപ്പെടുത്തുന്നു. ഇനി വിശുദ്ധ അൽഫോൻസാമ്മയിലേക്ക് തിരിച്ചു വരാം. അൽഫോൻസാമ്മ ചെറുമയുടെ കണ്ടെത്തലിലൂടെയാണ് ദൈവരാജ്യത്തെ കണ്ടെത്തിയത്. അവൾ ഒരു നിധി കണ്ടെത്തി, വിലപിടിപ്പുള്ള ഒരു മുത്ത് കണ്ടെത്തി. തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നവയെല്ലാം വിറ്റ് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി ആ നിധി സ്വന്തമാക്കി. ക്രിസ്തുവാകുന്ന നിധിയും രത്നവുമാണ് അവൾ സ്വന്തമാക്കിയത്. ഏറ്റവും വിലപിടിപ്പുണ്ടായിരുന്ന യുവത്വത്തിൻ്റെ തനിമയെയാണ് തെരഞ്ഞെടുപ്പിലൂടെ അവൾ കൈമാറിയിട്ട് ക്രിസ്തുവാകുന്ന നിധിയും മുത്തും സ്വന്തമാക്കിയത്. സന്യാസം അങ്ങനെയൊരു തെരഞ്ഞെടുപ്പാണ്. സന്യാസം ഏറ്റവും വിലപ്പെട്ടതിൻ്റെ കണ്ടെത്തലാണ്. നമ്മുടെ സഹോദരി അൽഫോൻസ നമ്മുടെ മണ്ണിൻ്റെയും നമ്മുടെ കരയുടെയും നമ്മുടെ കടലിൻ്റെയും നമ്മുടെ ഭവനങ്ങളുടെയും ഒക്കെ മറഞ്ഞിരിക്കുന്ന രഹസ്യം മനസ്സിലാക്കിയാണ് ദൈവരാജ്യത്തെ കണ്ടെത്തിയത്. She was part of our country, of our culture and faith. She was one among us. സകലങ്ങളിൽ അവൾ സ്നേഹത്തിൻ്റെ മുത്തുകൾ കണ്ടെത്തി. നമ്മുടെ മണ്ണിനെ, നമ്മുടെ നാടിനെ അവൾ തൻ്റെ സാന്നിധ്യം കൊണ്ട് ഉണർത്തി സമ്പന്നമാക്കി. അൽഫോൻസാമ്മ നമ്മുടെ കൂടപ്പിറപ്പാണ്. നമുക്കും വിശുദ്ധിയുടെ ഔന്നത്യങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്ന് ഈ തിരുനാൾ ദിവസം അവൾ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. അന്വേഷിക്കുവിൻ കണ്ടെത്തുമെന്ന കർത്താവിൻ്റെ വാക്കുകൾ ഇവിടെ അന്വർത്ഥമാകുന്നു. നമ്മുടെ നാടിൻ്റെ സ്പന്ദനമായിത്തീർന്ന ഈ വലിയ വിശുദ്ധയെ നമുക്ക് മാതൃകയും മധ്യസ്ഥയുമാക്കാം. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.